നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എന്നെ വീണ്ടും ഫുട്ബോളിനെ സ്നേഹിക്കുന്നവനാക്കി മാറ്റിയത് നെയ്മർ ജൂനിയറാണ്. നെയ്മർ ഫുട്ബോൾ ലോകത്ത് അണ്ടർറേറ്റഡ് ആണ്. പലരും അദ്ദേഹത്തെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നു. നെയ്മർ കൂടുതൽ ബഹുമാനം അർഹിക്കുന്നുണ്ട്. പറയുന്നത് ഓക്സ്ലൈഡാണ്, നൈജീരിയൻ സിംഗറായിട്ടുള്ള ഓക്സ്ലൈഡാണ്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം നെയ്മറെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോകാം. ഓക്സ്ലൈഡ് പറയുന്നു, അദ്ദേഹം അണ്ടർ റേറ്റഡ് ആണ്, ഡിസ്റെസ്പെക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അണ്ടർ വാല്യൂ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് നെയ്മർ ജൂനിയർ എന്നാണ്. ഹി മെയ്ഡ് മീ ലവ് ഫുട്ബോൾ അഗെയിൻ. എന്നിട്ട് വീണ്ടും വിശദീകരിക്കുകയാണ് നെയ്മർ എങ്ങനെയാണ് അണ്ടർ റേറ്റഡ് ആവുക എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി. നെയ്മർ അണ്ടർ റേറ്റഡ് ആണ് കാരണം അദ്ദേഹത്തിന് വേൾഡ് കപ്പ് നേടാൻ കഴിഞ്ഞിട്ടില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് പലരും അദ്ദേഹത്തെ ഇകഴ്ത്തി പറയുന്നു. ആളുകൾക്ക് അദ്ദേഹത്തിൻ്റെ മൂല്യം എന്താണെന്ന് അറിയില്ല. ഫുട്ബോൾ ലോകം കണ്ട എക്കാലത്തെയും മികച്ച ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലെയേഴ്സിൽ ഒരാളാണ് നെയ്മർ ജൂനിയർ. തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടുള്ള ഫുട്ബോളർ നെയ്മർ ജൂനിയറാണ്. നോക്കുക, ബ്രസീലിയൻ ദേശീയ ടീമിൽ മറ്റെല്ലാവരെയും മറികടന്നുകൊണ്ട് എക്കാലത്തെയും വലിയ ടോപ്പ് സ്കോററായിട്ട് മാറിയിട്ടുണ്ട്. ഒളിമ്പിക്സിൽ സ്വർണം നേടിയിട്ടുണ്ട്. ചാമ്പ്യൻസ് ലീഗിൽ കിരീടം ചൂടിയിട്ടുണ്ട്. സ്റ്റിൽ അദ്ദേഹത്തെ അണ്ടർ റേറ്റഡ് ആയിട്ട് പലരും കാണുന്നു. ഒരു പക്ഷേ അങ്ങനെ കാണാനുള്ള കാരണം മെസ്സിയുടെയും റൊണാൾഡോയുടെയും കാലഘട്ടത്തിൽ ജനിച്ചു എന്നതുകൊണ്ടായിരിക്കും. എന്തായാലും നെയ്മർ കൂടുതൽ വാഴ്ത്തലുകൾ, പുകഴ്ത്തലുകൾ അർഹിക്കുന്നുണ്ട്. ഫുട്ബോളിനെ ഒരു ആർട്ടായി കാണുന്നയാളാണ് നെയ്മർ ജൂനിയർ. ഞാൻ ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്നു, ഒരു ആർട്ടിസ്റ്റിക് ഫുട്ബോളിനെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്, അല്ലാതെ ഡയറക്റ്റ് ഫുട്ബോളിനെ അല്ല. അതുകൊണ്ട് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഫുട്ബോൾ താരം നെയ്മർ ജൂനിയർ ആണ് എന്നാണ് ഇപ്പോൾ ഓക്സ്ലൈഡ് പറഞ്ഞിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.